السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. والحمد لله رب العالمين. ثبت في الحديث أفضل الأعمال أن تدخل على أخيك المؤمن سرورا أو تقضي عنه دينا أو تطعمه خبزا. قال رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى محمد سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, പണ്ഡിതന്മാർ, സഹപ്രവർത്തകന്മാർ, നേതാക്കൾ, ഉള്ളാളം കേന്ദ്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെട്ട ഇബാദത്തിന്റെ ഇനത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖുദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവറുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ മഹാനവറുടെ ബഹുമാനാദരവ് കൊണ്ട് ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങളുടെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു തആല നമ്മളേവരെയും അവൻ ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സന്തോഷമുള്ള ജീവിതം, സന്തുഷ്ട കുടുംബം ആണ് വിഷയം. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖുദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്, ആ മഹാനവറുകൾ ഈ മഹത്തായ ഉള്ളാളം പരിസരത്തിലേക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് കടലിലൂടെ കടന്നു വന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവിതം സന്തോഷമാകുവാനും അവരുടെ പരലോകം മെച്ചപ്പെടുത്തുവാനും വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാനവറുകൾ മൺമറഞ്ഞു. ഈ പ്രദേശത്തേക്ക് അല്ലാഹു തആല താജുൽ ഉലമ മഹാനവറെ അയച്ചു. ദീർഘകാലം ദീൻ നടത്തിയ മഹാനവറുകൾ കർണാടകത്തിന്റെ ദീനീ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കർണാടകത്തിന്റെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളികളുടെ നിർമ്മാണത്തിനും മദ്രസ പ്രസ്ഥാനത്തിനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും സമയം കണ്ട നേതാവ്. ഒരുപാട് പണ്ഡിതന്മാരെ ഇവരെ സൃഷ്ടിച്ചു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിഷ്യഗണങ്ങളാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ദീനീ വിഷയങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. പലരും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട അഹമ്മദ് ബാബ ഉസ്താദ് നമ്മോടൊപ്പമില്ല. താഴക്കോട് ഉസ്താദ് നമ്മോടൊപ്പമില്ല. ബൈത്താർ ഉസ്താദ് നമ്മോടൊപ്പമില്ല. ചെറുകുഞ്ഞി തങ്ങൾ, കുമ്പോള തങ്ങൾ, താജുൽ ഫുഖാഹ ബേക്കർ ഉസ്താദ്, ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, സൈനുൽ ഉലമ മാണി ഉസ്താദ്, അത്രാടി കാസി വി കെ ഉസ്താദ്, കങ്കനാടി ഇസ്മായിൽ ഉസ്താദ്, തെക്കാർ ടി എച്ച് ഉസ്താദ്, ജോക്കട്ടെ ഫഖറുദ്ദീൻ ഉസ്താദ്, സജീപ്പ ചെറുവത്തൂർ രണ്ട് നാട് കൊണ്ടറിയപ്പെടുന്ന അബ്ദുള്ള ഉസ്താദ്, ഈ തുടങ്ങിയ മഹാന്മാർ താജുൽ ഉലമയുടെ ശിഷ്യഗണങ്ങളിൽ പ്രധാനപ്പെട്ടവരാണ്. എവിടെയെല്ലാം ഈ ശിഷ്യന്മാർ കടന്നുപോയിട്ടുണ്ടോ ദീനീ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ ഓരോ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് സത്യസന്ദേശം എത്തിക്കുകയും അവരുടെ ജീവിതം സന്തോഷമാകുവാൻ എന്തെല്ലാം പോംവഴികളുണ്ടോ പഠിപ്പിച്ചു കൊടുത്തു. അവരുടെ ജീവിതം സന്തോഷമാകണം, അവരിലൂടെ മറ്റുള്ളവരുടെ ജീവിതം സന്തോഷമാകണമെന്ന മഹത്തായ ഉദ്ദേശമായിരുന്നു ഈ പണ്ഡിത പ്രഭകരുടെ പ്രയാണങ്ങൾ. ഈ മഹത്തായ ഉള്ളാളത്തിൽ പിന്നെയും ഒരുപാട് ഉസ്താദന്മാർ സേവനം ചെയ്തവരുണ്ട്. ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദ്, സൈദാലി തങ്ങൾ അവറുകൾ, ചുള്ളിക്കോടി സഖാഫി ഉസ്താദ്, അബ്ദുർ റഷീദ് മദനി ഉസ്താദ്, ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ കോളേജ് പ്രിൻസിപ്പാലായി പ്രവർത്തിക്കുന്ന അഹമ്മദ് കുട്ടി സഖാഫി ഉസ്താദ് അടക്കം ഇതിനു മുമ്പ് വന്നു പോയ ഒരുപാട് ആളുകളെല്ലാം ദീനീ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ജനങ്ങളെ തള്ളാനും കൊല്ലാനുമുള്ള വിഷയത്തിന് വേണ്ടിയല്ല, അടിക്കാനും ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും വേണ്ടിയല്ല, സൗഹാർദ്ദത്തിന്, ശാന്തി സമാധാനത്തിന്, സന്തോഷത്തിന് ജീവിതം പങ്കിടാൻ വേണ്ടിയാണ് ഈ മഹാന്മാർ ഇവിടെ ജീവിച്ചത്. ഈ പണ്ഡിത മഹത്തുക്കൾ കാണിച്ച പാത പിന്തുടരലും അനുസരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാലിക്കൽ നാം ബാധ്യസ്ഥരാണ്. ഇതിലെല്ലാം സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഉറുസ് പരിപാടി. ഈ ഉറുസ് പരിപാടിയുടെ നേട്ടം എന്താണ്? സയ്യിദന്മാരുടെ മുഖം കണ്ട് നമുക്ക് പുണ്യം നേടാം. പണ്ഡിതന്മാരുടെ സന്നിധിയിൽ ചേർന്ന് നമുക്ക് പുണ്യം നേടാം.
ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാനവരെ നമുക്ക് സിയാറത്ത് ചെയ്യാം. ബറക്കത്തിന്റെ പാനീയങ്ങളും മറ്റും നമുക്കത് സ്വീകരിച്ചെടുക്കാം. ഉപദേശങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഒരു ചേഞ്ചസിന് കാരണമാക്കാം. ഈ മഹത്തായ ഉറുസ് ഈ പരിപാടിയിൽ വന്ന നാം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നല്ല നെയ്യത്തോടെ മടങ്ങേണ്ടത് വളരെ ആവശ്യമുള്ളതാണ്. നാം നന്നാകണം, നമ്മെ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ജനങ്ങൾ നന്നാകണം, നമ്മുടെ അയൽവാസികൾ നന്നാകണം, നമ്മുടെ കുടുംബ ബന്ധുക്കൾ നന്നാകണം, നമ്മുടെ സ്നേഹജനങ്ങൾ നന്നാകണം. എല്ലാറ്റിനും മുമ്പ് നാമാണ് നന്നാവേണ്ടത്. അത് ആകണമെങ്കിൽ നമ്മിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, സംസാരങ്ങൾ എന്നും മധുരമുള്ളതേ ഉണ്ടാകാൻ പാടുള്ളൂ. വീട്ടിൽ സംസാരിക്കുമ്പോഴും, മീറ്റിംഗിൽ സംസാരിക്കുമ്പോഴും, കച്ചവട സമയത്ത് സംസാരിക്കുമ്പോഴും, പാർട്ട്ണറുകളോട് സംസാരിക്കുമ്പോഴും, സ്നേഹജനങ്ങളോട് സംസാരിക്കുമ്പോഴും നല്ല വാക്ക് മാത്രമേ നമ്മുടെ നാവിലൂടെ വരാൻ പാടുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളോ, നമ്മുടെ നടത്തവും, നമ്മുടെ പോക്കുവരവുകൾ മുഴുവനും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിലേ സന്തോഷമുള്ള ജീവിതത്തിന് വകുപ്പുകൾ ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വിശാലമായ മനസ്സ് നമുക്കുണ്ടോ? വൈശാല്യമുള്ള ഹൃദയം നമുക്കുണ്ടോ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെന്ന മനസ്സ്, ആ ഒരു ചിന്താധാരണ നമുക്കുണ്ടോ? നല്ല പ്രവർത്തനങ്ങളാണത്. നിസ്കരിക്കുന്ന നാം, ഖുർആൻ പാരായണം ചെയ്യുന്ന നാം, നോമ്പനുഷ്ഠിക്കുന്ന നാം, എഴുത്തിക്കാഫിരിക്കുന്ന നാം, പള്ളിയുമായി ദീനുമായി ബന്ധപ്പെടുന്ന നാം, അതിനോട് ചേർത്ത് വായിക്കേണ്ട, പഠിക്കേണ്ട, പഠിപ്പിക്കേണ്ട, ജീവിതത്തിൽ പാലിക്കേണ്ട ഒരംശമാണ് മറ്റുള്ളവരെ എന്നും സന്തോഷിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അഹബ്ബുൽ അഅ്മാലി അഫ്ദലുൽ അഅ്മാലി അൻ തുദ്ഖില അഖീക സുറൂറാ. നിന്റെ സഹോദരങ്ങളുണ്ടാകും, നിന്റെ ഫ്രണ്ട് സർക്കിളുകൾ ഉണ്ടാകും, നിനക്ക് ബന്ധപ്പെട്ടവരുണ്ടാകും. ആരായാലും അവർക്ക് സന്തോഷമുണ്ടാകുന്ന വാക്ക് നിന്റെ നാവിലൂടെ വന്നാൽ, അവർ സന്തോഷിക്കുന്ന പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വലിയ നല്ല പ്രവർത്തനങ്ങളാണത്. കടത്തിൽ കുടുങ്ങിയ ഒരു സഹോദരനുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് നേരിട്ട് കടം വീടാൻ സാധിക്കുമോ? അതും ചെയ്യാം. ഇല്ല, നിന്റെ കൈവശത്ത് പണമില്ല എങ്കിലോ പണമുള്ള ആളുകളോട് ചോദിച്ചിവന്റെ കടം വീടാൻ വേണ്ടി ശ്രമിക്കുമോ? ഔ തഖ്ലിയ അൻഹു ദൈനാ, കടം വീടാനുള്ള മാർഗത്തിൽ നീ ശ്രമിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? വലിയ ഇബാദത്താണേ. വിശപ്പുള്ളവരുണ്ടാകും, ഭക്ഷണത്തിന് പ്രയാസമുള്ളവരുണ്ടാകും. ഔ തുത്ഇമുഹു ഖുബുസാ, റമദാൻ മാസം വരുമ്പോൾ റമദാൻ കിട്ടി കൊടുക്കുന്ന പരിപാടി മാത്രമാകാതെ മറ്റ് 11 മാസങ്ങൾ ജോലിയില്ലാത്തവരുണ്ടാകാം, വിശപ്പ് സഹിക്കാൻ പറ്റാത്തവരുണ്ടാകാം, ജോലിക്ക് പോകാൻ സാഹചര്യമില്ലാത്തവരുണ്ടാകാം. അവരെ കണ്ടറിഞ്ഞു, മണത്തറിഞ്ഞു ആവശ്യമുള്ളത് കൊടുക്കുന്ന ആള് നീയാലോ. അത് നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വലിയ കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ,
ഞങ്ങൾ എല്ലാവരും വിശാലമായ സന്തോഷം കൊടുക്കുന്നവനാകണമെങ്കിൽ നാം ചെയ്യേണ്ടത് എല്ലാവർക്കും മാപ്പ് നൽകാനുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ബാപ്പയോട്, നമ്മുടെ സഹോദരങ്ങളോട്, സഹോദരികളോട്, നമ്മുടെ ഭാര്യ മക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാവർക്കും മാപ്പ് ചെയ്യുന്ന വിശാല മനസ്സ് നമുക്കുണ്ടോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന വലിയ അമലാണേ. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ട ആളുകൾക്ക് ചെലവിന് കൊടുത്തിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു, ഡ്രസ് കൊടുത്തിരുന്നു, കുളിക്കാൻ സോപ്പ് കൊടുത്തിരുന്നു, കുടിക്കാൻ പാനീയങ്ങൾ കൊടുത്തിരുന്നു. ആ നിലക്ക് പാവപ്പെട്ടവരെ വളർത്തിക്കൊണ്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരു ആരോപവുമായി ജനങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിലവിലുണ്ടായ, അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, അവർ നൽകിയ ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്ന, അവർ കൊടുത്ത കുടിനീരുകൾ കുടിച്ചുകൊണ്ടിരുന്ന, അവരുടെ വസ്തുക്കളും വസ്ത്രങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരുന്ന മിസ്ബാഹ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സപ്പോർട്ട് നിന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സ് വേജാറായി. എന്റെ ചെലവിലുള്ള ആളുകൾ എന്റെ മകളുടെ മുന്നിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എനിക്ക് സഹായിച്ചില്ല, സപ്പോർട്ട് നിന്നില്ല, പിന്തുണച്ചില്ല. അതോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തറിയുമോ? അന്ന് മുതൽ ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് വാശി പിടിച്ചു. കിതാബുകളിൽ കാണാം. അക്സബു, അവർ സത്യം ചെയ്തു, അല്ലാ യതസദ്ദഖു, ഫ്രീയായി ചെലവ് കൊടുത്തിരുന്ന, ഡ്രസ് കൊടുത്തിരുന്ന, ഭക്ഷണം കൊടുത്തിരുന്ന, പാനീയങ്ങൾ കൊടുത്തിരുന്ന, മറ്റാവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തിരുന്ന അത്തരം ആളുകൾക്ക് എന്നിന്റെ മകളുടെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ സഹായത്തിന് നിന്നില്ല എന്ന വിഷയം മുന്നിൽ വെച്ചു. എന്ത് ചെയ്തു? ഇനി മുതൽ കൊടുക്കൂല എന്ന് സത്യം ചെയ്തപ്പോൾ ഇറങ്ങിയ ആയത്താണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂറിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചത് എന്തറിയുമോ? യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങളെ ചെലവിലുള്ള ആളുകൾക്ക് വിഷമം ഉണ്ടാക്കാൻ പാടില്ല, അവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല, അവരെ മനസ്സ് നിങ്ങളെ സന്തോഷിപ്പിക്കണേ. അല്ലാഹു തആല സൂറത്തു നൂറിലൂടെ ലോകത്തോട് പഠിപ്പിക്കുന്നു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സആ അൻ യുതു ലിൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ നിങ്ങളുടെ ചെലവിലൂടെ കഴിച്ചിരുന്ന ആളുകൾ ആരുണ്ടോ? ഭക്ഷണം കൊടുക്കൂലയെന്നോ, കുടിനീര് കൊടുക്കൂലയെന്നോ, ആവശ്യ വസ്തുക്കൾ കൊടുക്കൂലയെന്നുള്ള വാശിയും ശപഥവും ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നായത്ത് ഇറങ്ങിയപ്പോൾ ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബലാ, എന്റെ വാക്ക് ഞാൻ പിൻവലിച്ചു. അന ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് മാപ്പ് നൽകണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് സത്യം ചെയ്തിട്ടുണ്ടോ ഞാനത് പിൻവലിക്കുന്നു എന്ന്
പറയുകയും മടക്കി കൊടുത്തു. എന്തെല്ലാം ചെലവിന് കൊടുത്തിരുന്നോ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു, തുടർന്നും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ തഫ്സീറുകളിൽ കാണുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, ഉമ്മയോട് നമുക്ക് ചിലപ്പോൾ ദ്വേഷം വരാം, ബാപ്പയോട് ചിലപ്പോൾ നമുക്ക് ദ്വേഷം വരാം, ഭാര്യയോട്, മക്കളോട്, സഹോദര സഹോദരികളോട്, മറ്റേ സുഹൃത്തുക്കളോട് ദ്വേഷം വരാം. തീരുമാനം വേണ്ട. മറ്റുള്ളവർക്ക് ഉപദ്രവിക്കുന്ന, മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിക്കുന്ന ഒരേ ഒരു തീരുമാനവും നമ്മിൽ ഉണ്ടായിക്കൂടാ. സന്തോഷമുണ്ടാകുന്ന വിഷയമുണ്ടോ അത് മാത്രമേ നാം ചിന്തിക്കാൻ പാടുള്ളൂ, നമ്മുടെ നാവിലൂടെ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ കീശയിലുള്ള പേന, നമ്മുടെ റൂമിന്റെ മേശപ്പുറത്തുള്ള പുസ്തകം ആരോ കട്ടുപോയി, ആ കട്ടവർക്കെതിരിൽ നമുക്ക് കേടായി ദുആ ചെയ്യാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കുതിരയുണ്ടായിരുന്നു. വല്ലാത്ത വിലയുള്ള കുതിരയായിരുന്നു അത്. ആരോ കെട്ടുകൊണ്ടുപോയി. ഒന്നിച്ചുള്ള ആളുകൾ അയാളെ ചൂടാക്കാൻ വേണ്ടി തുടങ്ങി. അയാളോട് പറഞ്ഞു, ഫഖാല അഹ്ലു മജ്ലിസിഹി, അയാളെ ഒന്നിച്ചുള്ള ആളുകൾ പറഞ്ഞു, ഉദുല്ലാഹ അസ്സ വജല്ല അലൈഹി, ആരാണോ കട്ടുകൊണ്ടുപോയത് അവർക്കെതിരിൽ കേടായി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ സമയമോ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കാണ് നമുക്ക് മാതൃക. നമ്മുടെ പേന കട്ടുപോയാലോ, പുസ്തകം കട്ടുപോയാലോ, നമ്മുടെ വസ്തുക്കൾ കട്ടുപോയാലോ നാം ചെയ്യേണ്ടത് എന്തറിയുമോ? കട്ടവരുടെ നാശത്തിന് വേണ്ടിയുള്ള കേടായ ദുആകളല്ല, റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് നമുക്ക് വേണ്ടത്. ആ മഹാനവറുകൾ എന്ത് ചെയ്തറിയുമോ? സുഹൃത്തുക്കളോട് പറഞ്ഞു, ബൽ, ഞാനത് ചെയ്യൂല. ഞാൻ ചെയ്യുന്നത് എന്തറിയുമോ? അദുല്ലാഹ അസ്സ വജല്ല ലഹു, അവന് വിരുദ്ധമായി കേടായി ഞാൻ ദുആ ചെയ്യൂല, അനുകൂലമായേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് വാചകം ആ മഹാനവറുകൾ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇൻ കാന ഗനിയൻ ഫഅഖ്ബിൽ ബിഖൽബിഹി, യാ അല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന ആ കുതിര ആരാണോ കട്ടുകൊണ്ടുപോയത്, എനിക്കറിയാതെ വലിച്ചു കൊണ്ടുപോയത്, അയാള് ധനാഢ്യനാണ്, സ്വത്തുള്ള ആളാണോ എങ്കിൽ യാ അല്ലാഹ് ബിഖൽബിഹി, അയാളെ മനസ്സും ഹൃദയവും ഒന്ന് തിരിച്ചു ആ കുതിരയെ ഇങ്ങോട്ട് നീപ്പിക്കണേ അല്ലാഹ്. ഇൻ കാന ഫഖീറാ, സ്വത്തില്ലാത്ത ആളായിരുന്നുവെങ്കിലോ, പാവപ്പെട്ട ആളായിരുന്നുവെങ്കിലോ, യാ അല്ലാഹ്, അയാളെ നീ സ്വത്തുള്ള ആളാക്കണേ അല്ലാഹ് എന്നുള്ള ദുആയാണ് കള്ളന് വേണ്ടി, കട്ടുകൊണ്ടുപോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്തത്. റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക നമുക്കുണ്ടാവണം മുഅ്മിനീങ്ങളെ. നമ്മളെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വാചകങ്ങളാകാം, പ്രവർത്തനങ്ങളാകാം, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിലേ അത് ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റുള്ളവരെ എന്നും വേദനിപ്പിക്കുന്ന വാക്കുകളോ, ശല്യപ്പെടുത്തുന്ന
പെടുത്തുന്ന ഉപദ്രവ പ്രവർത്തനങ്ങളോ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മുടെ വീട്, നമ്മുടെ ഭൂമി, ആ ഭൂമിയിൽ എത്രയാണോ റെക്കോർഡുള്ളത് അതിനേക്കാൾ അപ്പുറമുള്ള ഒരു 4-5 സെൻസ് അല്ലെങ്കിൽ ഏക്കർ പ്രദേശങ്ങള് നമ്മിലേക്ക് വലിച്ചെഴുതുന്നവരോ നമ്മളാകാൻ പാടില്ല. വില്ലേജ് അക്കൗണ്ട് ആളുണ്ടാകാം, വിഎകൾ ഉണ്ടാകാം, പഞ്ചായത്തിലെ സെക്രട്ടറികൾ ഉണ്ടാകാം. അവർക്ക് എന്തെങ്കിലും ചില്ലി കാശ് കൊടുത്ത് ചങ്ങല അങ്ങോട്ട് വെച്ചു എന്നിട്ട് മറ്റുള്ളവരുടെ സ്ഥലം, ഭൂമി നമ്മുടെ ഭൂമിയാക്കി മാറ്റുന്ന ദുസ്വഭാവമോ, ആ ഭൂമി ആരുടേതാണോ അവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കലല്ലേ, വേദനമുണ്ടാക്കലല്ലേ, നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അഖദ മിനൽ അർളി ശിബ്റാ, തൻസോ എക്കറിയോ ഗുണ്ട കണക്കോ വേണമെന്നില്ല, ഒരു ചെറിയ ചാണ്ട് കണക്കിലുള്ള ഒരു ഭൂമി ചെറുത് മാത്രമാണ് മറ്റുള്ളവരുടെ സ്ഥലത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ചേഞ്ചാക്കി വലിച്ചതാണെങ്കിലോ നാളിൽ അവനോട് കീർത്തിക്കപ്പെടുന്നു. ആ ഭൂമിയുടെ അത്രയും പ്രമാണത്തിൽ അടിഭാഗത്തിൽ താഴ്ഭാഗത്തിൽ എത്രയോ മണ്ണുകളുണ്ടോ അത് മുഴുവനും മാലയായി നമ്മുടെ മഹിഷറയിലേക്ക് അവിടെ കഴുത്തിലിട്ട് കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശനമുണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ കണക്കില്, നമ്മുടെ ഫയലില്, നമ്മുടെ റെക്കോർഡില് എത്ര പ്രദേശങ്ങളുണ്ടോ, എത്ര ജാഥ, എത്ര ഭൂമികളുണ്ടോ അത് മാത്രം നമ്മുടേതാക്കി മരിച്ചാൽ അത് സന്തോഷമാണ് മുഅ്മിനീങ്ങളെ. ഉറൂസിന് വാഴതിന് വേണ്ടി വരുന്ന നാം, നമ്മുടെ നാടുകളിലുള്ള ഒരുപാട് മദ്രസകൾ ഉണ്ടാകാം, വാഴുകൾ കേൾക്കുന്ന നാം, പണ്ട് കാലത്ത് നടന്ന ഒരു ഒച്ചപ്പാട് കിതാബുകളിൽ കാണാം. ഒരു ഭൂമിയുടെ തർക്കം പണ്ടും നടന്നിരുന്നു. പക്ഷേ ആ ചരിത്രം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിവരിക്കുന്നത്, ഇഷ്തറാ റജുലുൻ മിൻ റജുലിൻ അഖാറാ, ഒരാള് മറ്റൊരാളിൽ നിന്ന് ഭൂമി വിലക്ക് വാങ്ങി, പണം കൊടുത്തു, ഇടപാട് തീർന്നു. പണം കൊടുത്തു, ഇടപാട് തീർത്തതിന്റെ ശേഷം ആ ഭൂമി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുടിച്ചതേയുള്ളൂ. പണം കൊടുത്തു സ്വന്തമാക്കിയ ഭൂമി കുടിച്ചപ്പോൾ ഭൂമി കുഴിച്ച് നോക്കുമ്പോൾ ഒരു പാത്രം, ചട്ടിപ്പാത്രമാണ് കിട്ടുന്നത്. അത് നിറയെ സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമി വിലക്ക് വാങ്ങിയ ആളെ മനസ്സിലെന്ത്, ഞങ്ങളെന്ത് ചെയ്യും? ഞാൻ ഭൂമി വിലക്ക് വാങ്ങിയിട്ടുണ്ട്, ഈ ഭൂമി എന്റേതാണ്, ഭൂമിയിലുള്ളതൊക്കെ എന്റേതാണ്, ഇനി ചോദിക്കാനില്ല എന്നാണ് എന്റെ മനസ്സില്. പക്ഷേ ഇസ്ലാമിന്റെ നിയമം പഠിച്ച, സൂക്ഷ്മതയുള്ള, ജാഗ്രതയിൽ ജീവിക്കുന്ന പണ്ടുള്ള പൂർവികന്മാരുടെ സ്വഭാവമോ, അയാൾ എന്ത് ചെയ്തറിയുമോ? ആ പാത്രം പുറത്തെടുത്തു കയ്യിൽ പിടിച്ചു. പാത്ര നിറയെ സ്വർണ്ണ നാണ്യങ്ങളാണ് ഉണ്ടായത്. ഞാൻ ഈ ഭൂമി ആരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ അവരെ സമീപിച്ചു. എന്നിട്ട് അയാളോട് ഈ പറയുന്നു, സുഹൃത്തേ, നിന്റെ സ്വർണം നീ പിടിച്ചു. ഇന്നമഷ്തറൈതു മിൻകൽ അറുല്ലാഹ് വലം അഷ്തരി ദഹബ, ഭൂമി മാത്രമാണ് ഞാൻ വിലക്ക് വാങ്ങിയത്. ഭൂമിയിലുള്ള സ്വർണ്ണ നിധികളോ സ്വർണ്ണ നാണ്യങ്ങളോ ഞാൻ വിലക്ക് വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, ഓക്കെ അവിടെ വെച്ചോ എന്നല്ല അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹം പറഞ്ഞത് എന്താണ് അറിയുമോ? ഈ ഭൂമി ആരുടേതായിരുന്നോ അയാൾ പറഞ്ഞ വാക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇന്നമാ ബിൽതുകൽ അർള വമാ ഫീഹാ. എനിക്കും നിങ്ങൾക്കും ഇടപാട് നടന്നതുണ്ടല്ലോ, അത് ഭൂമിക്ക് മാത്രമല്ല, ഭൂമിയും ഭൂമിയുടെ ഉൾഭാഗത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒന്നിച്ചാൻ ഇടപാട് നടന്നത്. ഭൂമിയുടെ പണം നിങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ, ഭൂമിയുടെ ഉൾഭാഗത്തെ സ്വർണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ പണമൊക്കെ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞു, ഇടപാട് തീർന്നു. എന്നിട്ടോ ആദ്യം ഈ പോയ ആളുടെ മനസ്സ് സമാധാനമായില്ല. ഇതെങ്ങനെ ശരിയാകും? എന്നിട്ട് ഒരു ഹാക്കിമുമായി ബന്ധപ്പെട്ടു വിഷയമൊക്കെ ഏൽപ്പിച്ചു. അയാള് ചോദിച്ചു, അലക്കുമാ വലതുൻ, രണ്ടാൾക്കും മക്കളുണ്ടോ ചോദിച്ചു. ഒരാൾ പറഞ്ഞു, ലീ ഗുലാമുൻ, എനിക്കൊരു ആൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. മറ്റാൾ പറഞ്ഞു, ലീ ജാരിയ, എനിക്കൊരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. രണ്ടാളും ഒരുമിച്ച് കൂടുക, ഈ പെൺകുട്ടിയെ ആൺകുട്ടിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുക. ഈ നിധികൾ കിട്ടിയിട്ടുണ്ടല്ലോ, അവരെ കല്യാണത്തിനും ജീവിതത്തിനും ചെലവഴിക്കുക എന്ന് പറഞ്ഞു. പിന്നെയുമുണ്ടോ, സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞു. സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഹദീസിന്റെ കിതാബിലാണ് ഈ സംഭവമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. പണ്ട് കാലത്ത് നടന്ന ഭൂമിയിലുള്ള തകരാർ നമ്മുടെ ജീവിതം കൊല്ലുന്ന തകരാറാകാൻ പാടില്ല. സുള്യ താലൂക്കിലെ സംപാജയിൽ എന്ത് നടന്നറിയുമോ? ഒരു ഭൂമിയുടെ പേരില് 4 അനുജന്മാർ ചേർന്നു മൂത്ത ജ്യേഷ്ഠനെ പട്ടാപ്പകൽ റോഡരികിലൂടെ അവനെ കൊന്നു കളഞ്ഞു. എന്നിട്ടോ കേസും ഗുൽമാലുമായി ഈ മരണപ്പെട്ടവന്റെ ഭാര്യ വിധവയായി വീട്ടിലാണെങ്കിലോ കൊന്ന സഹോദരന്മാർ ജയിലിലല്ലേ? ആ ഭാര്യന്മാർക്ക് പരസ്പരം സ്നേഹം പങ്കിടാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ദർബാറിൽ സിയാറത്തിന് വേണ്ടി വന്നനാം, ഉറൂസിന് വേണ്ടി വന്നനാം, ഉപദേശം കേൾക്കുന്നനാം. നമ്മുടെ വീടുള്ള സ്ഥലം തർക്കത്തിലുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുക. തർക്കത്തിലുണ്ടെങ്കിൽ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം സന്തോഷമുള്ള ജീവിതമാകണം, മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷമുള്ള ജീവിതമാകണം. സന്തോഷമുള്ള ജീവിതത്തിനാണ് മഹാന്മാരായ ഔലിയാക്കൾ നമ്മുടെ ലോകത്തേക്ക് ഇവിടെ വന്നതും അല്ലാഹു തആല പറയച്ചതും. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് സന്തോഷമുള്ള ജീവിതമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തില്, നാം പ്രവർത്തിക്കുന്ന ഓഫീസില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സന്തോഷമുണ്ടാകുന്ന തീരുമാനമേ ഉണ്ടാകാൻ പാടുള്ളൂ. ദുഃഖമുണ്ടാകുന്ന, മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രമ്യമായി പരിഹരിക്കുന്ന പ്രവർത്തകർ നമ്മളാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഗ്രാമീണനായ ഒരാൾ പള്ളിയിൽ വന്നു, മൂത്രിച്ചു. അവിടെ ഉണ്ടായ ജനങ്ങള് എഴുന്നേറ്റു, അവനെ കയ്യിലാക്കാനും ആ മൂത്രിച്ച ആളെ ഉപദ്രവിക്കാനും തല്ലാനും പോയി. ഇത് കണ്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനെ നിങ്ങൾ ഉപേക്ഷിക്കണേ.
അടിക്കരുതേ, ചീത്ത വിളിക്കരുതേ. എന്നിട്ട് പറഞ്ഞു വഅരീഖു അലാ ബൗലിഹി സജിലം മിമ്മാ, ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ, അത് ക്ലീൻ ചെയ്തു കളയടേ. ഇത്ര മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, അടിവരയിടേണ്ട വാക്കുണ്ട്. ഫഇന്നമാ ബുയിസ്തും മുയസ്സിരീൻ വലം തുബ്അസു മുഅസ്സിരീൻ. വിഷമമുണ്ടാക്കുന്ന രൂപത്തിലല്ല നിങ്ങളെയും നമ്മയും അല്ലാഹു തആല അയച്ചത്, സന്തോഷമുണ്ടാകുന്ന രൂപത്തിലാണ്. എളുപ്പമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതത്തിന്റെ സന്ദേശങ്ങൾ കൽപ്പിക്കാൻ നൽകാൻ വേണ്ടിയാണ് അല്ലാഹു അയച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചറിയുമോ? ഉത്രിച്ച ആളുടെ മനസ്സ് തന്നെ മാറിപ്പോയി, ഇസ്ലാമിനെ ആശ്ലേഷിച്ചു എന്ന കഥ ഇസ്ലാമി ഇതിഹാസത്തിലുണ്ടെങ്കിൽ, എന്ത് തർക്കം എവിടെയുണ്ടെങ്കിലും, നമ്മുടെ പള്ളിയിലായാലും മദ്രസയിലായാലും സംഘടനകളിലായാലും സ്ഥാപനങ്ങളിലായാലും എവിടെ നിന്ന് പൊട്ടി വരുന്നുണ്ടോ ആ സ്ഥലത്തേക്ക് തന്നെ മരുന്നടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാത്രമല്ല, ചെയ്ത് കാണിച്ചതാണ്. മുഅ്മിനീങ്ങളെ, സന്തോഷം അനുഭവിക്കാനും സന്തോഷം പങ്കിടാനുമാണ് മഹാന്മാരൊക്കെ ജീവിച്ചത് എങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, കുടുംബത്തിൽ പലരോടും സംസാരമില്ലാത്തവർ നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഉറൂസിന് വന്നത്, സിയാറത്തിന് വന്നത്, മഹാനവരുടെ ആശീർവാദത്തിന് വേണ്ടിയാണ്. എന്റെ മുട്ടുവേദന നീങ്ങി കിട്ടണം എന്നതിന് വേണ്ടിയാണ്, തലവേദന മാറി കിട്ടണം എന്നതിന് വേണ്ടിയാണ്. ഓക്കേ, അതോടൊപ്പം നിങ്ങൾ സംസാരം നിർത്തിയിട്ടുള്ള ഒരു സഹോദരിയുണ്ടോ? സഹോദരിയുടെ ഭർത്താവ് ഉണ്ടോ? ഏതെങ്കിലും സ്നേഹിതനുണ്ടോ? ഒരാളോടും ദ്വേഷം ഉണ്ടാക്കല്ലേ. കാണാൻ പറ്റാത്ത രൂപത്തിലും കൊല്ലങ്ങളായി അങ്ങോട്ട് പോവലില്ല, ഒരു ഫോൺ വിളിക്കലില്ല, ഒരു മെസ്സേജ് അയക്കലില്ല, ഇങ്ങോട്ട് വന്ന ഫോൺ കോൾ റിസീവ് ചെയ്യലില്ല. ആ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് ഉപദ്രവമാണ്, അത് വിഷമമാണ്, അത് വേദനയാണ്. അതുണ്ടാക്കാതെ സന്തോഷമുണ്ടാക്കുന്നതാണ് നേരിട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ പോവുക. പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഫോൺ കോൾ വിളിക്കുക, മെസ്സേജുകൾ അയക്കുക, കുടുംബങ്ങളുടെ ബന്ധം ചേർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അന്ന റജുലൻ സാറ അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖ്റാ. ഉടുപ്പിയിലുള്ള ഒരു സുഹൃത്തിനെ, ഒരു സഹോദരനെ കാണാൻ വേണ്ടി മംഗലാപുരത്തുള്ള ഒരു സഹോദരൻ അങ്ങോട്ട് പോകുമ്പോൾ, മഞ്ഞനാടി ഭാഗത്തുള്ള ഒരാള് മടിക്കേരി ഭാഗത്തുള്ള സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടില് ഒരു സുഹൃത്തിനെ, ഒരു സഹോദരനെ കാണാൻ വേണ്ടി നേരിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അർസദല്ലാഹു അലാ മദ്റജതിഹി മലക്കാ. അവൻ പോകുന്ന വഴിയില് ഒരു മലക്കിനെ അല്ലാഹു നിയമിക്കുന്നു. എന്നിട്ടോ ഈ മലക്ക് ഇവനോട് സംസാരിക്കുന്നു, പക്ഷേ ഇവൻ അതറിയില്ല. എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ ഒരു സഹോദരനെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കാണാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശമുള്ളത് എങ്കിൽ ഉടൻ തന്നെ ഈ മലക്ക് അവനിക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ഥിതിയിൽ ആരോടെങ്കിലും മിണ്ടാതിരുന്ന നമ്മളാണെങ്കിൽ
ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി, മനസ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മഹാൻ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിക്കാൻ നമുക്ക് പണം വേണം, ജീവിക്കാൻ നമുക്ക് സമ്പത്ത് വേണം, സ്വത്ത് ആവശ്യമുണ്ട്. പക്ഷേ ഹറാമായ സ്വത്ത് നമുക്ക് വേണ്ട, കളവ് നടത്തുന്ന സ്വത്ത് നമുക്ക് വേണ്ട, തട്ടിപ്പ് നടത്തുന്ന സ്വത്ത് നമുക്ക് വേണ്ട. ഓൺലൈനിലൂടെ എത്ര വഞ്ചനകളാണ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞും മറ്റുമായി പണം വലിച്ചെടുക്കുന്നവർ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ആരും ആകരുത്. ഉസ്താദുമാർ നമ്മോടൊപ്പമുണ്ട്, ചെറിയ ശമ്പളത്തിന് വേണ്ടി പല പള്ളികളിലും ജോലി ചെയ്യുന്നവരാണ്. ഇതിനെ തന്നെ ദുരുപയോഗം ചെയ്തിട്ട് ഉസ്താദിന് ഒരു വീട് എന്ന നിലക്ക് ആളുകൾ ഇറങ്ങിയത് പത്രത്തിൽ വന്നു. തുക കയ്യിലാക്കിയത് വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനത്തില് ജീവകാരുണ്യം മറയാക്കി തട്ടിപ്പ്. 4 പേര് അറസ്റ്റില് എന്ന് പത്രത്തിൽ വന്നു. വീടുണ്ടാക്കുന്നു, എന്റെ ഉസ്താദിന് ഒരു വീടെന്ന് പറഞ്ഞു. അല്പം ചെറിയ പണത്തിന് വലിയ വീടുണ്ടാക്കി കൊടുക്കുക, ചില ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെയും പൈസ വാങ്ങുമ്പോൾ അവസാനം മുങ്ങിപ്പോയി. ഓ മുഅ്മിനീങ്ങളെ, തട്ടിപ്പിന്റെ പണം നമുക്ക് വേണ്ട. മറ്റുള്ളവരെ വേദനിപ്പിച്ച് നമ്മുടെ സന്തോഷമുള്ള ജീവിതത്തിന് അർത്ഥമില്ല. സ്ത്രീകളെ, സഹോദരികളെ, പണ്ടുള്ള ഉമ്മമാരുടെ ഒരു വാക്ക് ഇഹ്യാ ഉലൂമിദ്ദീനിൽ കാണാം. ദീനുള്ള ഉമ്മമാരാണ്, വളരെ കേൾക്കുന്ന ഉമ്മമാരാണ്, ദീനീ പത്രങ്ങൾ വായിക്കുന്ന ഉമ്മമാരാണ്. ആ ഉമ്മമാരെ കൂട്ടത്തില് സ്വാലിഹത്തുകളായ ഉമ്മമാർ, സഹോദരികളെ, അവരുടെ ഭർത്താക്കന്മാരോട് രാവിലെ പറയുന്ന ഒരു വാക്ക് ഇഹ്യാ കിതാബിൽ കാണാം. ജോലിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന യുവാക്കള്, ഭർത്താവ് ജോലിക്ക് പുറപ്പെടുന്നു, ബാപ്പ ജോലിക്ക് പുറപ്പെടുന്നു, മക്കൾ ജോലിക്ക് പുറപ്പെടുന്നു. ആ സമയം ഉമ്മമാർ, സ്വാലിഹത്തായ ഉമ്മമാർ, സഹോദരികൾ ആ ഭർത്താക്കളോട്, അവരുടെ ബാപ്പയോട്, അവരുടെ സഹോദരന്മാരോട്, അവരുടെ മക്കളോട് പറയുന്ന ഒരു വാക്ക് ഇഹ്യാ കിതാബിൽ കാണാം. ഇയ്യാക വകസ്ബൽ ഹറാം. ബാപ്പ, നിങ്ങൾ ജോലിക്ക് പോകുന്നത് ശരിയാണ്. ഭർത്താവേ, നിങ്ങൾ ജോലിക്ക് പോകുന്നത് ശരിയാണ്. സഹോദര, മോനെ, നിങ്ങൾ ജോലിക്ക് പോകുന്നത് ശരിയാണ്. പക്ഷേ കളവ് നടത്തിയ പണം ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. എന്നിട്ട് അവർ ഒരു വാക്ക് പറയുന്നു, ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. എന്റെ സ്നേഹമുള്ള ബാപ്പ, എന്റെ ഭർത്താവേ, എന്റെ സഹോദര, എന്റെ മോനെ, നിങ്ങൾ ജോലിക്ക് പോയപ്പോൾ ക്ലിയറായി ജോലി ചെയ്ത ഹലാലായ പണമേ കൊണ്ടുവരോ. അതിൽ ആ പണം കൊണ്ടുവന്ന് അറിയോ കറിക്കോ ആവശ്യമുള്ള വസ്തുക്കൾ കൊണ്ടുവരൂ. പക്ഷേ കട്ട് കൊണ്ടുവരുന്ന പണമോ ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരല്ലേ. അരി കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, വിശപ്പ് സഹിച്ചു ഞങ്ങൾ വീട്ടിൽ താമസിക്കും. പക്ഷേ കട്ട് കൊണ്ടുവന്ന സ്വത്തിലൂടെ വേവിച്ച ഭക്ഷണം കഴിച്ചു നരകത്തിൽ പോകാൻ, ആ നരകത്തിന് തീ അത് സഹിക്കാൻ നമുക്ക് സാധിക്കൂല. ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഉമ്മമാർ, നിങ്ങളുടെ പൂർവികന്മാരായ സഹോദരികൾ അവരുടെ ബാപ്പന്മാരോട്, അവരുടെ ഭർത്താക്കന്മാരോട്, അവരുടെ സഹോദരന്മാരോട്, അവരുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീൻ പഠിച്ചത് കൊണ്ടാണ്, ദീൻ ഉള്ളത് കൊണ്ടാണ്. കട്ട് കൊണ്ടുവന്നാലോ
സന്തോഷം ഇവിടെ മാത്രമേ ഉണ്ടാകൂ. ഏത് വീട്ടിൽ നിന്ന് കട്ടതാണോ, ആരുടെ കണക്ക് തെറ്റിച്ചതാണോ അവർക്ക് സന്തോഷം ഉണ്ടാകുമോ? അതൊരിക്കലും ഉണ്ടാവൂല. അവിടെ ദുഃഖമാണ്, അവിടെ വിഷമമാണ് ഉണ്ടാവലും. അതുണ്ടാവാതെ ജീവിക്കാൻ നമ്മളൊക്കെ പ്രവർത്തിക്കണമെന്ന് ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ നിയമം സന്തോഷമുണ്ടാക്കണമെന്നാണ്, ദുഃഖമുണ്ടാക്കണമെന്നില്ല. എല്ലാ ദിവസവും എല്ലാ ആളുകളോടും ഞങ്ങൾ സംസാരിക്കുന്ന സമയമോ മനസ്സ് സന്തോഷിക്കുന്ന വാക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സംസാരിക്കണമെന്നില്ല. വിരൽ തുമ്പിലൂടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ സന്തോഷത്തിന്റെ അക്ഷരങ്ങളാണോ ടൈപ്പ് ചെയ്യപ്പെട്ടത് എങ്കിലേ നമുക്ക് പ്രതിഫലം അല്ലാഹു തരുന്നുണ്ട്. ഇനി വിരൽ തുമ്പിലൂടെ ചെയ്യപ്പെട്ട ടൈപ്പിംഗ് അക്ഷരങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിലോ ദുഃഖമാണ്, വിഷമമാണ്, മോശമാണ്, ദോഷമാണ്. ഇന്ന് മൊബൈലില്ലാത്ത വീടുകളില്ല, വാട്സപ്പ് ഇല്ലാത്ത മൊബൈലും കമ്മിയാണ്. ഓ മുഅ്മിനീങ്ങളെ, മൊബൈലാകുമ്പോൾ ധാരാളം ഗ്രൂപ്പുകൾ ഇതിലുണ്ടാകാം. മദ്രസ ഗ്രൂപ്പ് ഉണ്ടാകാം, പള്ളിയിലെ ഗ്രൂപ്പ് ഉണ്ടാകാം, സംഘടനാ ഗ്രൂപ്പ് ഉണ്ടാകാം, സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകാം. ഏത് ഗ്രൂപ്പായാലും ഓ മുഅ്മിനീങ്ങളെ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മൊബൈൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച വാചകമുണ്ട്. മെസ്സേജ് എങ്ങനെ അയക്കണമെന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം ഒന്ന് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഗ്രൂപ്പില് 250ഓളം ആളുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരാള് ഒരു മെസ്സേജ് അതിൽ ഇട്ടു, എന്തോ അബദ്ധമായിരുന്നു, തെറ്റി വന്നതായിരുന്നു, ഫോർവേഡ് ആയിരുന്നു. ആ സമയമോ അവനെ ഇട്ട് പൊരിക്കുന്ന രൂപത്തില് ഗ്രൂപ്പിലൂടെ അവനെ തിരുത്താൻ പാടില്ല എന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അതേ സമയത്തില് ഗ്രൂപ്പിൽ വല്ല അബദ്ധം സംഭവിച്ചെങ്കിൽ PM-ലൂടെ പോകണമെന്നാണ്, പ്രൈവറ്റ് പോയി അവനെ തിരുത്തണമെന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും. സ്ത്രീകളെ, സഹോദരികളെ, സഹോദരന്മാരെ, എത്ര കുടുംബങ്ങളാണ് വാട്സപ്പ് അങ്ങോട്ടിങ്ങോട്ടായതിന്റെ പേരിൽ ഒച്ചപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ചെയ്തുകൂടാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് പറഞ്ഞതറിയുമോ? തഅമ്മദ്നി ബിനുസുഹിക ഫിൻഫിറാദി വജന്നിബ്നി നസീഹത ഫിൽ ജമാഅ ഫഇന്നൻ നുസുഹ ബൈനൻ നാസി നൗഉൻ മിനത് തൗബീഖി ലാ അറുല്ലസ്തിമാഅ وإن خالفتني وأصيت قولي فلا تجزع إذا لم تلتطع. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, മൊബൈൽ ഉള്ളവർ ശ്രദ്ധിക്കുക, വാട്സപ്പ് ഉള്ളവർ ശ്രദ്ധിക്കുക, മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കുക, കിട്ടിയ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി മെസ്സേജ് അയക്കുന്നവർ, അത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ FB ഫേസ്ബുക്ക് അയക്കാം, ഇൻസ്റ്റാഗ്രാം അയക്കാം, ട്വീറ്റ് ചെയ്യുന്നതായേക്കാം, സ്നാപ്പ് ചാറ്റ് അയക്കാം. ഓ മുഅ്മിനീങ്ങളെ,
ബഹിരംഗമായ പരസ്യമായ തിരുത്തല് അതൊരിക്കലും ഒരാളും ചെയ്യരുതേ. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, തഅമ്മദിനി ബിനുസുഹിക ഫിൻഫിറാദി. ഓ ജനങ്ങളെ, എന്റെ വാക്കങ്ങോട്ടിങ്ങോട്ടായി പോയാൽ, എന്റെ പ്രവർത്തനം മിസ്സിംഗ് ആയി പോയാൽ, എന്നെ പ്രൈവറ്റ് വിളിച്ചു എന്നെ തിരുത്തണേ. വജന്നിബ്നിൻ നസീഹത ഫിൽ ജമാഅ. വാട്സപ്പിന്റെ ഗ്രൂപ്പിലൂടെയോ പരസ്യത്തിന്റെ വലിയ പരസ്യമായ FB യിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ട്വീറ്റിലൂടെയോ സ്നാപ്പ് ചാറ്റിലൂടെയോ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ നാലാളുകൾ ചേർന്ന സ്ഥലത്തോ എന്നെ നിങ്ങൾ തിരുത്തരുത്. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജന്നിബ്നി അന്നസീഹത ഫിൽ ജമാഅ. കൂട്ടം ആളുകളുള്ള സമയത്ത് എന്നെ തിരുത്തരുത്. അത് എന്നെ അപമാനമാണ്, എന്നെ അപമാനിക്കലാണ്. അതൊരിക്കലും ചെയ്യരുത്. എന്തുകൊണ്ടറിയുമോ? കാരണം പറയുന്നു, ഫഇന്നൻ നുസുഹ ബൈനൻ നാസി നൗഉൻ മിനത് തൗബീഖി ലാ അർലസ്തിമാഅ. ഗ്രൂപ്പിലൂടെ ആളുകളുള്ള സമയത്ത് തിരുത്തുക എന്നുള്ളത് നൗഉൻ മിനത് തൗബീഖി, ആക്ഷേപമാണത്, അവഹേളനമാണത്, അപമാനമാണത്. ലാ അർലാ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇസ്തിമാഅഹു, അത് ശ്രദ്ധിക്കാനോ കേൾക്കാനോ വീക്ഷിക്കാനോ എന്റെ മനസ്സ് സമ്മതിക്കൂല എന്ന് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുകൊണ്ട്, ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാകണോ? മറ്റുള്ളവരുടെ ജീവിതവും മറ്റുള്ളവരുടെ ശരീരവും മറ്റുള്ളവരുടെ ഗ്രൂപ്പ് മറ്റുള്ള കുടുംബങ്ങളെ അവരെയും സന്തോഷിപ്പിക്കണേ. ആ നിലക്ക് ജീവിക്കുമ്പോഴാണ് മുഅ്മിനീങ്ങളെ നമുക്ക് സന്തോഷമുള്ള ജീവിതത്തിന് വകുപ്പ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ നാടുകളിൽ പള്ളികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, മദ്രസകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സുഹൃത്തുക്കളുമായി ഒന്നിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരുണ്ട്, കച്ചവടക്കാർ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്നവരുണ്ട്. ചിലർ ലീഡറുകളായി മാറുന്നു. ലീഡറുകളായി പ്രവർത്തിക്കുന്നവർ, നേതാക്കളായി പ്രവർത്തിക്കുന്നവർ, അവർ ചെയ്യേണ്ട ബാധ്യത എന്താണ് അറിയുമോ? നേതാക്കളുടെ ജീവിതം സന്തോഷമാകണ്ടേ? നേതാക്കളെ നേതാക്കളാക്കിയത് അനുയായികളല്ലേ? ഈ പ്രഭുകളെന്നു ಕಳುಹಿಸಿದ್ದು ಪ್ರಜೆಗಳಲ್ಲವೇ? ಪ್ರಜೆಗಳಿಂದಲ್ಲವೇ ಪ್ರಭುಗಳಾಗಿ ಮಾರ್ಪಟ್ಟದ್ದು? ಪ್ರಭುಗಳಾಗಿರುವವರು ಯಾರಿದ್ದಾರೋ ಅವರ ಬದುಕು ಸಂತೋಷವಾಗಬೇಕಾಗಿದೆ. ಪ್ರಜೆಗಳು ಯಾರಿದ್ದಾರೋ ಆ ಪ್ರಜೆಗಳ ಬದುಕನ್ನು ಸಂತೋಷಪಡಿಸಿದ್ರೆ ಮಾತ್ರ ಪ್ರಭುಗಳ ಬದುಕು ಸಂತೋಷವಾಗುತ್ತದೆ. ಎಷ್ಟೆಷ್ಟು ಇತಿಹಾಸಗಳಿವೆ. ನಾಯಕರೇ, ನೇತಾರರೇ, ಮುಂದಾಳುಗಳೇ, ಲೀಡರ್ಗಳೇ, ಆಲಿಸಬೇಕಾದ ನಿಯಮ, ನಾಯಕ ಎಂದ ಕ್ಷಣ ಫೋಟೋಗಾಗಿ ನಾಯಕರಾಗುವುದು ಬೇಡ. ಒಂದು ಹಲಗೆಯ ತುಂಡಲ್ಲಿ ಹೆಸರು ಬರೆದಿಡಲು ಮಾತ್ರ ನಾಯಕರಾಗುವುದು ಬೇಡ. ಪತ್ರಿಕೆಯಲ್ಲಿ ಕೊಡಲೋಸ್ಕರ ನಾಯಕರಾಗುವುದು ಬೇಡ. ಸಮುದಾಯದ ಏರಿಳಿತಗಳನ್ನು ತಿಳಿದುಕೊಂಡು ಅವರ ಕಷ್ಟ ಸುಖಗಳನ್ನು ಅರಿತುಕೊಂಡು ಸ್ಪಂದಿಸುವಂತ ಮನಸ್ಸು ಯಾರಿಗುಂಟೋ ಅವರು ನಾಯಕತ್ವ ಗುಣವನ್ನು ಹೊಂದಿರುತ್ತಾರೆ. ಅವರಿಗೆ ಒಂದು ಮಾದರಿ ನಾಯಕರಾಗಿದ್ದಾರೆ ಉಮರ್ ಇಬ್ನ್ ಅಬ್ದುಲ್ ಅಜೀಜ್ ರಲಿಯಲ್ಲಾಹು ತಆಲಾ ಅನ್ಹು. ಆ ಮಹೋನ್ನತ ವ್ಯಕ್ತಿಯ ಬದುಕನ್ನು ಒಂದು ಪುಟ್ಟ ಕಿರಣ ರೂಪದಲ್ಲಿ ನಾವು ಕಲಿತುಕೊಂಡರೆ ನಮಗೆ ಸಂಕೋಚವಾಗಿ ಬಿಡುತ್ತದೆ, ನಮಗೆ ನಾಚಿಕೆಯಾಗುತ್ತದೆ. ನಾವು ಯಾವ ನಾಯಕರು ಅನ್ನುವುದು ಒಂದು ದಿನ ಅವರ ಬಳಿ ಮಾತನಾಡಲು ಸಮಾಜದ ಸಮುದಾಯದ ಕೆಲವು ಜನರು ಬಂದರು.
ಯಾರ ಬಳಿ ಬಂದದ್ದು? ಉಮರ್ ಇಬ್ನ್ ಅಬ್ದುಲ್ ಅಜೀಜ್ ರಲಿಯಲ್ಲಾಹು ತಆಲಾ ಅನ್ಹುರವರ ಬಳಿ ಬಂದರು. ನಾಯಕರ ಬಳಿ ಸಮಾಲೋಚನೆ ನಡೆಸಲು ಮಾತನಾಡುವ ಮಧ್ಯೆ ಒಂದು ಬೆಳಕು ಇತ್ತು. ಆ ಬೆಳಕು ಕೆಟ್ಟು ಹೋಯಿತು, ಅದು ದೀಪ ಆರಿ ಹೋಯಿತು. ನಂತರ ಏನಾಯಿತು? ಗ್ರಂಥಗಳಲ್ಲಿ ಕಂಡು ಬರುತ್ತದೆ, ಕಾನ ಇಂದಹು ಕೌಮುನ್ ذات ليلة في بعض ما يحتاج إليه. ಸಮಾಲೋಚನೆಗಾಗಿ ಜನರು ಬಂದಿದ್ದರು. ವಗಶಿಯ ಸಿರಾಜುಹು, ಬೆಳಕು ಆರಿ ಹೋಯಿತು. ವಕಾಮ ಇಲೈಹಿ ಫಅಸ್ಲಹ, ನಾಯಕರಾಗಿದ್ದಂತಹ, ಮುಂದಾಳುವಾಗಿದ್ದಂತಹ, ಗ್ರೇಟ್ ಲೀಡರ್ ಆಗಿದ್ದಂತಹ ಉಮರ್ ಇಬ್ನ್ ಅಬ್ದುಲ್ ಅಜೀಜ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ತಾನು ಕುಳಿತ ಸ್ಥಳದಿಂದ ಎದ್ದರು. ಆ ಬೆಳಕು ಎಲ್ಲಿತ್ತೋ ಅದರ ಬಳಿ ಹೋದರು, ಸರಿಪಡಿಸಿದರು. ಬೆಳಕು ಬಂತು, ಬೆಳದಿಂಗಳಾಯಿತು. ಇತರರು ಕೇಳತೊಡಗಿದರು, ಯಾ ಅಮೀರಲ್ ಮುಅ್ಮಿನೀನ್, ಓ ನಾಯಕರೇ, ಅಲಾ ನಕ್ಫೀಕಾ, ನಾವು ಇಲ್ಲಿ ಇರುವಾಗ ನೀವೇಕೆ ಹೋದದ್ದು? ನಮ್ಮಿಂದ ಕೆಲಸ ಮಾಡಿಸಬಹುದಿತ್ತಲ್ಲ ಎಂದು ಹೇಳುವಾಗ ಆ ನಾಯಕ ಹೇಳಿದ ಒಂದು ಮಾತು ಎಲ್ಲ ನಾಯಕರಿಗೂ ಅನ್ವಯ. ಸಂಘಟನೆಗಳ ನಾಯಕರಿರ್ಬಹುದು, ಸಂಸ್ಥೆಗಳ ನಾಯಕರಿರ್ಬಹುದು, ಮಸ್ಜಿದ್ಗಳ ನಾಯಕರಿರ್ಬಹುದು, ಮದರಸಾಗಳ ನಾಯಕರಿರ್ಬಹುದು, ಸಮುದಾಯದ ನಾಯಕರಿರ್ಬಹುದು, ಸೋಷಿಯಲ್ ವರ್ಕರ್ಗಳಾಗಿರೋರು ಇರ್ಬಹುದು, ಅದು ಮಹಿಳಾ ವಿಭಾಗದಲ್ಲಾಗಿರಬಹುದು, ಪುರುಷ ವಿಭಾಗದಲ್ಲಾಗಿರಬಹುದು, ಮಕ್ಕಳ ವಿಭಾಗದಲ್ಲೂ ಆಗಿರಬಹುದು. ನಾಯಕರ ಮಹೋನ್ನತ ನಾಯಕರಾಗಿ ದುಡಿದಂತಹ ಓರ್ವ ವ್ಯಕ್ತಿ ಉಮರ್ ಇಬ್ನ್ ಅಬ್ದುಲ್ ಅಜೀಜ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಒಂದು ಮಾತನ್ನು ಹೇಳಿದರು. ಏನೆಂದು ಹೇಳಿದರು ಗೊತ್ತೇ? ಕಾಲ ಅವರು ಹೇಳಿದರು, ವಮಾ ದರ್ರನಿ ಕುಂತು ವ ಅನ ಉಮರ್ ಇಬ್ನ್ ಅಬ್ದುಲ್ ಅಜೀಜ್, ನಾನು ಎದ್ದು ಹೋದದ್ದು ಒಬ್ಬ ಓನ್ಲಿ ನಾರ್ಮಲ್ ಮೆಂಬರ್ ಆಗಿ ಮಾತ್ರವೇ ಹೋದದ್ದು. ಒಬ್ಬ ಉಮರ್ ಆಗಿ ನಾನು ಹೋಗಿದ್ದೇನೆ, ಅಲ್ಲಿ ಹೋದೆ, ಅದನ್ನು ಸರಿಪಡಿಸಿದೆ. ರಜಾಯಿತು, ಅಲ್ಲಿಂದ ನಾನು ವಾಪಸ್ಸು ಬಂದೆ. ಬರುವಾಗಲೂ ನಾನು ಉಮರ್ ಇಬ್ನ್ ಅಬ್ದುಲ್ ಅಜೀಜ್, ಕೇವಲ ಒಬ್ಬ ಉಮರ್ ಮಾತ್ರ, ನಾರ್ಮಲ್ ವರ್ಕರ್ ಮಾತ್ರ. ಆ ಭಾವನೆಯಿಂದ ಅವರು ದುಡಿದಿದ್ದರೆ ನಾಯಕತ್ವ ಸ್ಥಾನದಲ್ಲಿರುವ ಸರ್ವರಲ್ಲೂ ಒಂದು ವಿನಂತಿ, ಅವರಿಗೆ ಇದ್ದಂತಹ ಭಯಭಕ್ತಿ, ಅವರಿಗೆ ಇದ್ದಂತಹ ನಿಷ್ಕಳಂಕತೆ ನಮಗೂ ಇದ್ದರೆ ಉರೂಸಿಗೆ ಬಂದದ್ದು ಸಾರ್ಥಕವಾಗುತ್ತದೆ. ಇಲ್ಲಿಂದ ಸಿಗುವಂತಹ ಉಪದೇಶಗಳು ನಮ್ಮ ಬದುಕಿನಲ್ಲಿ ಪರಿಣಾಮವಾಗುತ್ತದೆ. ಅದರಿಂದ ಮತ್ತೊಂದು ಸಂತೋಷ ಯಾವುದು ಗೊತ್ತೇ? ನಮ್ಮ ಪ್ರಜೆಗಳು ಯಾರಿದ್ದಾರೋ ಅವರೆಲ್ಲರ ಹೃದಯದಲ್ಲೂ ಕೂಡ ಸಂತೋಷದ ಕೋಲ್ಮಿಂಚು ಉಂಟು ಮಾಡಿದ್ದು ಈ ನಾಯಕತ್ವ ಗುಣವಾಗಿದ್ದರೆ, ನಾಯಕರೇ ನಾವು ಆ ರೀತಿ ದುಡಿಯಬೇಕಾಗಿದೆ. ಅವರ ಪತ್ನಿಯ ಬಳಿ ಸ್ವರ್ಣದ ಕಟ್ಟು ಇತ್ತು, ಹಲವಾರು ಮಂದಿ ಕೊಟ್ಟದ್ದು. ಇದು ನಮ್ದಲ್ಲ, ಸಮುದಾಯದ್ದು ಅಂತ ಹೇಳಿ ಎಲ್ಲವನ್ನು ಸಮುದಾಯಕ್ಕೆ ಅವರು ಮರಳಿಸಿ ಬಿಟ್ಟರು. ಜಮೀಅ ذهب زوجته ಇಲಾ ಬೈತಿ ಮಾಲಿಲ್ ಮುಸ್ಲಿಮೀನ್, ಮನೆಯಲ್ಲಿ ಒಂದೇ ಒಂದು ರೂಪಾಯಿ, ಒಂದೇ ಒಂದು ಪವನ್ ಇಡಲು ಬಿಟ್ಟಿಲ್ಲ. ನಮ್ಮ ಈ ಊರಿನ ಕೀರ್ತಿ ಪತಾಕೆಯಾಗಿರುವಂತಹ ಕುತುಬುಜ್ಜಮಾನ್ ಮಹಾನ್ ಬಾರು, ಅವರ ಬದುಕಿನಲ್ಲಿ ಸಂತೋಷದ ಸಂದರ್ಭ ಬಹಳಷ್ಟಿತ್ತು. ಇಲ್ಲಿಂದ ಮದುವೆಯಾದರವರು ಆ ಮದುವೆಯಾಗಿ ಪತ್ನಿಯನ್ನು ಸಂತೋಷಪಡಿಸಿದರು. ಕೊನೆಯ ಕಾಲ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ സമീപം എത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ശേഷം എന്റെ ജീവിതമോ?
അലല്ലാഹ് തവക്കൽതു അലല്ലാഹ്. മാർഗദർശനം നീടി മൺമറയാದ ಮಹಾನುಭಾವರು ಮರುದಿನದಿಂದ ಆ ಪತ್ನಿಯ ತಲೆದಿಂಬಿನ ಬಳಿ ಅವತ್ತಿಗೆ ಸಾಕಾಗುವಷ್ಟು ಹಣ ಅಲ್ಲಿ ಬರ್ತಾ ಇತ್ತು. എല്ലാ ദിവസവും ആ ഉമ്മക്ക് ആവശ്യമുള്ള ചെലവിന് കിടക്കുന്ന റൂമിലെ തലയിണക്ക് സമീപം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാനവറുകൾ ശ്രദ്ധിച്ചു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട വലിയ ഒരു പാഠം. മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന വാക്ക് മാത്രമേ നമ്മുടെ നാവിലുണ്ടാകാൻ പാടുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വർക്ക് പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ എന്തെങ്കിലും ആരിൽ നിന്നോ കടം വാങ്ങിയിട്ടുണ്ടെങ്കിലോ നമുക്കിന്ന് ഓർമ്മയില്ല, ഓർത്തു അവരെ കണ്ടുപിടിച്ച് ആ കടം വീടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവർ ഞങ്ങളായാലോ അതും നടന്നു. മലയാള വാർത്ത 30 കൊല്ലം മുമ്പ് ഒരാളെ ഓട്ടോ യാത്ര പോയി 100 രൂപ കൊടുക്കാൻ അന്ന് കീശയിൽ പണമുണ്ടായിരുന്നില്ല. പിന്നീട് തരാം എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല, ആ ആഴ്ചയിൽ കൊടുക്കാൻ പറ്റിയില്ല, ആ മാസത്തിൽ കൊടുക്കാൻ സാധിച്ചില്ല, ആ കൊല്ലത്തിൽ കൊടുക്കാനും സാധിച്ചില്ല. 1, 2, 3, 4, 10, 20, 30 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയാള് അന്നെനിക്ക് കടം തന്ന ആളാരാണോ എന്ന് തേടി പിടിച്ചു. അവനിക്ക് ആ കടം റിട്ടേൺ ചെയ്യുന്നു. പക്ഷെ കൊടുത്തതോ 100 ഉറുപ്പയല്ല, അതിന് പകരം 30,000 ഉറുപ്പിയാണ് കൊടുത്തത്. പത്രവാർത്ത വന്നു, ഓട്ടോ കൂലിയായി 100 രൂപ കടം വാങ്ങി. 30 വർഷത്തിന് ശേഷം ഡ്രൈവറെ തേടി പിടിച്ചു. 100 ഇരട്ടിയായി തിരികെ നൽകിയ അത്രക്കാരന് ഫോട്ടോ പത്രത്തിൽ വന്നു. ഓ മുഅ്മിനീങ്ങളെ, ലോകം ചേഞ്ച് ആയിട്ടില്ല, നമ്മളാണ് ചേഞ്ച് ആയത്. ഇനിയും നാം നല്ല വഴിയിലേക്ക് മാറേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിൽ വന്ന നാം, സിയാറത്ത് ചെയ്ത നാം, പ്രസംഗം കേട്ട നാം, നിസ്കരിച്ച നാം, ശർബത്ത് കുടിച്ച നാം, ഓ മുഅ്മിനീങ്ങളെ, ആരോടെങ്കിലും ചില്ലറ കടം വാങ്ങിയതിട്ടുണ്ടെങ്കിലോ ഓർമ്മയുണ്ടോ? കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കുക. ഒരാളിൽ നിന്നും ഒരു ബാധ്യതയും ഉള്ളവർ ഞങ്ങളാകാൻ പാടില്ല. നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതമാകണം. അള്ളാഹു നമ്മെ എന്ന് വിളിച്ചു കൊണ്ടുപോകുമോ നമുക്കറിയില്ല. ഓ മുഅ്മിനീങ്ങളെ, കർണാടക മുസ്ലിം ജമാഅത്ത് എന്നുള്ള സംഘടനയുടെ ദക്ഷിണ കന്നഡ ഈസ്റ്റ് ജില്ലയിലെ ഒരു മഹാസഭ ജനറൽ ബോഡി മിനിയാന്ന് ഏപ്രിൽ 22-ാം തീയതിക്ക് സുള്യ താലൂക്കിലെ വെള്ളാര പരിസരത്ത് ദാറുൽ ഹുദ തമ്പിനമക്കിൽ നടന്നിരുന്നു. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ചെന്നാറ് നാട്ടിലെ അബ്ദുൽ കരീം ഹാജി നമ്മോടൊപ്പം ഒന്നിച്ച് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു വാർത്ത കാണിച്ചു, എന്റെ സഹോദരൻ ഫയാസ് ഹാജി സൗദി അറേബ്യയിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അവർക്കൊക്കെ ദുആ ചെയ്തു. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു, പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്. ഒരു ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. തന്റെ സഹോദരന്റെ മരണവാർത്ത കാണിച്ച അബ്ദുൽ കരീം ഹാജി വല്ലാത്ത നെഞ്ഞുവേദന അനുഭവപ്പെട്ടു. മംഗലാപുരം ഇന്ദിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. ബുധനാഴ്ചയാണ് വന്നത്. വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞ് ഇശാവോടുള്ള സമയം അടുത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ വിധി വന്നു. അബ്ദുൽ കരീം ഹാജിയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി.
ഏപ്രിൽ 26-ാം തീയതിയാണ് ഇന്ന്. 27, 28, 29, 30 ഈ 4 ദിവസം കഴിയുമ്പോൾ മെയ് മാസം 1-ാം തീയതി അയാളുടെ പൊരക്കുടിയായിരുന്നു. എന്നിട്ടോ മെയ് മാസം 2-3 കഴിയുമ്പോൾ 4-ാം തീയതിക്ക് അയാളുടെ മകളെ കല്യാണവുമാൻ വീട് കുടിയാകണമെന്നും ആ വീട്ടിൽ താമസിക്കണമെന്നും മകളെ കല്യാണത്തിന് കൈനീട്ടി കൊടുത്തു. എന്നൊക്കെ പറയേണ്ട അബ്ദുൽ കരീം ഹാജി ഇന്ന് നമ്മോടൊപ്പമില്ല. വല്ലാത്ത ദുഃഖമാണ്, വല്ലാത്ത പരീക്ഷണമാണ് ചിലപ്പോൾ പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. അതേ കരീം ഹാജിക്കും അതേ ഫയാസ് ഹാജിക്കും മുമ്പ് ഒരു സഹോദരൻ മരണപ്പെട്ടിരുന്നു. യാ അല്ലാഹ്, ഈ പുണ്യ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരങ്ങൾക്ക് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെ കുടുംബങ്ങൾക്ക് നീ സ്വബറും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിസി റോഡ് മിത്തവയിൽ പള്ളിയിലെ സെക്രട്ടറിയായ അക്ബർ അലി പൊന്നോട് എന്ന സുഹൃത്തിന്റെ ഒരു കിടാവ് അല്പം ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം അയാൾ തന്നെ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. എന്താണ് അറിയുമോ അക്ബർ അലി പറഞ്ഞത്? എനിക്ക് മുമ്പ് 3 കുട്ടികളുണ്ടായിരുന്നു. ചെറിയ വയസ്സിൽ തന്നെ അല്ലാഹു വിളിച്ചു. 4ാമതൊരു കുട്ടി തന്നു. വളർന്ന് വലുതായി. എങ്കിലോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ മോൻ എന്നെ വിളിച്ചു, എന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഉമ്മാ ബാപ്പാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ ദുഃഖിക്കരുത്, കരയാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞതേയുള്ളൂ, ബാപ്പാ ബാപ്പാ അസ്രായിൽ വിളിക്കുന്നു, ഞാനൊന്ന് പോകുന്നു എന്ന് പറഞ്ഞു മരണപ്പെട്ട ദുഃഖവാർത്തയായി ആ ബാപ്പ പറഞ്ഞത് നമുക്കറിയാം. അയാളെ വീട്ടിലോ വല്ലാത്ത വിഷമമാണ്, പ്രയാസമാണ്, ദുഃഖകഥകളാണ് അവിടെ ഉണ്ടായത്. അയാളെ ഭാര്യയുടെ 2 സഹോദരങ്ങൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടിരുന്നു. വല്ലാത്ത പരീക്ഷണങ്ങളാണ് ചിലപ്പോൾ പല കുടുംബങ്ങൾക്കും ഉണ്ടാകുന്നത്. ഇന്നത്തെ ഈ മഹത്തായ പരിപാടിക്ക് ഞാൻ രാവിലെ പല പരിപാടികളുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടിരുന്നു. എന്റെ അളിയൻ PK കാസിം മദനി ഉസ്താദ് ഇവിടെ പഠിച്ച മദനി ഉസ്താദാണ്. ഹാർട്ട് വേദന, ശരീരവേദനയായി പറഞ്ഞു. മംഗലാപുരം ഹോസ്പിറ്റലിലാണുള്ളത്. എന്റെ കാക്ക ഇവിടെ പേട്ട പള്ളിയിൽ 40ഓളം വർഷം ഉണ്ടായിരുന്ന PS അബ്ദുറഹ്മാൻ മദനി ഇവിടെ തന്നെ പഠിച്ച വലിയ ഒരു ആലിമാണ് PS അബ്ദുറഹ്മാൻ മദനി. ഉച്ചയ്ക്ക് ശേഷം ജനപ്രിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിയ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. അതിനുശേഷം മഗ്രിബോട് അടുത്ത സമയം എന്റെ ജ്യേഷ്ഠത്തി മൈമൂന എന്ന സഹോദരിയെ നെഞ്ഞി വേദനയ്ക്ക് വേണ്ടി മംഗലാപുരം കൊണ്ടുവന്ന വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. യാ അല്ലാഹ്, ബഹുമാനപ്പെട്ട നമ്മുടെ ഉള്ളാളം മഹാൻ അവരുടെ ബർക്കത്ത് കൊണ്ട്, താജുൽ ഉലമ മഹാൻ അവരുടെ ബർക്കത്ത് കൊണ്ട്, ഖുറത്തു സദാത്ത് അവരുടെ ബർക്കത്ത് കൊണ്ട് വിഷമം നേരിട്ട് കൊണ്ടിരിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാൻ പണത്തിന്റെ കെട്ട് തന്നെ കൊടുക്കണമെന്നില്ല, ഗിഫ്റ്റ് കൊടുക്കണം എന്നും ഇല്ല. രോഗിയായ ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ആദ മരീള, രോഗിയായ ഒരാളെ കാണാൻ വേണ്ടി ഒരു സുഹൃത്ത് അങ്ങോട്ട് പോയാലോ അയാളെ കാണുമ്പോൾ അത് മരണത്തിന്റെ രോഗമല്ല, മരിക്കാൻ കിടന്നതല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ലം യഹ്ദുർ അജലുഹു ഖാല ഇൻദഹു സബ്അ മിറാർ. അയാൾ അടുത്ത് ചെന്ന് 7 പ്രാവശ്യം
അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക് 7 പ്രാവശ്യം പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മന്ത്രമാണ്, ഹദീസിലുള്ള വാക്കാണ്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്. ഓ മുഅ്മിനീങ്ങളെ, തലവേദനയാകാൻ നമ്മുടെ സുഹൃത്തിന്, വയറുവേദനയാകാൻ നമ്മുടെ സുഹൃത്തിന്, കാൽമുട്ട് വേദനയാകാൻ നമ്മുടെ സുഹൃത്തിന്, വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത നൊമ്പലങ്ങളാകാൻ നമ്മുടെ സുഹൃത്തിന്, അവിടെ കാണാൻ വേണ്ടി പോയ നാം ചെയ്യേണ്ടത് ഈ ചെറിയ ഒരു ദിക്ർ 7 പ്രാവശ്യങ്ങൾ ഞങ്ങൾ ഊതിയാൽ, അവിടെ ചൊല്ലിയാൽ, ഇല്ല ആഫാവുല്ലാഹു മിൻ ദാലികൽ മറലി, ആ രോഗത്തിൽ നിന്ന് അല്ലാഹു ശിഫ ചെയ്യാതെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ഥിതിയിൽ, ഓ മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മാർഗമാണിത്. രോഗിയായ അയാളുടെ ഹോസ്പിറ്റൽ ബില്ലടക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, അവരുടെ കുടുംബങ്ങൾക്ക് അറിയും മുളകും പഞ്ചസാരയും കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അത് കൊടുക്കാം, ബില്ലടക്കാം മറ്റൊരു വിഷയമാണ്. അതേ സമയത്ത് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതും നിർവഹിക്കാൻ എളുപ്പമുള്ളതുമാണ് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന് പറയാനുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, അതൊക്കെ ചെയ്തോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തകന്മാർ നമ്മളാകണം. രോഗിയായ ആള് വീട്ടിലുണ്ടാകാം, രോഗിയായ ആള് ഹോസ്പിറ്റലുണ്ടാകാം, വല്ലാത്ത വേദനകളുള്ള അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ ഒരു പുഞ്ചിരി അയാളെ എഴുന്നേൽപ്പിക്കുന്ന ആവേശം ഉണ്ടാക്കുന്നു. ഈ ദിക്റുകൾ, ഈ മന്ത്രം ഒരു 7 പ്രാവശ്യം പറഞ്ഞ് ഓതി തിരിച്ചു വന്നാൽ അയാൾക്കൊരു ഉന്മേഷം ശരീരത്തിൽ ഉണ്ടാകുന്നു. പിന്നെന്തിനാണ് നാം ബഖീൽ കാണിക്കുന്നത്? ഓ മുഅ്മിനീങ്ങളെ, 6 പേരും ഏത് സ്ഥലങ്ങളിലും രോഗിയായാലും നമുക്ക് പോകാൻ പറ്റുമോ? അവരെ പോയി കാണുക. കുടുംബങ്ങളെ കണ്ടാൽ പ്രതിഫലം കിട്ടുമെന്നതുപോലെ രോഗികളെ കണ്ടാൽ പ്രതിഫലം കിട്ടുമെന്നത് മാത്രമല്ല, അവർക്ക് സന്തോഷം കൂടി ഉണ്ടാക്കലുണ്ട്. മറ്റുള്ളവരുടെ കൽബില് സന്തോഷം ഉണ്ടാക്കുന്ന പ്രവർത്തകന്മാരുണ്ട്, അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്ഥിതിയിൽ എന്റെ പ്രസംഗം ഞാൻ നിർത്താൻ പോവുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ധാരാളം ചെയ്തവരായേക്കാം. അബദ്ധങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ നാം ഇന്ന് നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ അല്ലാഹുവേ നമുക്ക് നീ മാപ്പ് നൽകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് നാം ചൊല്ലുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം റബ്ബിനോട് മാപ്പപേക്ഷിക്കുന്നുണ്ട്. അല്ലാഹു മഗ്ഫിർ ലനാ ദുനൂബനാ അവിടെയും ദുആ ചെയ്യുന്നുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, വേണ്ടാത്തത് ചെയ്യുന്ന, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന, ദുശ്ചെയ്തികൾ പ്രവർത്തിക്കുന്ന നമ്മളെ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ നിർബന്ധമായും അല്ലാഹു സ്വീകരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു തആല പറഞ്ഞ വാക്ക്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നില്ലേ എന്നല്ലേ ചോദിച്ചത്. അതിന് മറുപടിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല ബല, അതെ അതെ, അന ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, ഞാൻ ഇഷ്ടപ്പെടുന്നു, മാപ്പ് നൽകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ആയത്തിൽ അവസാനം പറയുന്നുണ്ട്, വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ധാരാളം കൃപ ചെയ്യുന്നവനും മാപ്പ് നൽകുന്നവനുമാണെന്ന. ഒരുപാട് കേസിൽ കുടുങ്ങിയവർ, കളവ് നടത്തിയവർ, റൗഡി ഷീറ്ററായവർ പലരും വിവിധ ജയിലുകളിലുണ്ട്. മംഗലാപുരം ജയിലിൽ തന്നെ കാണാം 3263 ആളുകളുള്ള സമയം അവരെ കൽബ് മാറ്റി. പോലീസ് വിഭാഗത്തിന്റെ നിരന്തരമായ ബന്ധപ്പെടലിലൂടെ അവരുടെ കൽബിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. നല്ല ആറ്റിറ്റ്യൂഡും അവരിൽ വന്നപ്പോൾ 3263 റൗഡി ഷീറ്റർ വിഭാഗത്തിൽ നിന്ന് 1256 ആളുകൾ പുറത്തു വിട്ടു. അവർ നന്നായി എന്ന് അത് പത്രത്തിൽ വന്നു. മംഗളൂരിന 1256 ಮಂದಿಯ
ರೌಡಿ ಶೀಟ್ ತೆರವು ಕಮಿಷನರೇಟ್ ವ್ಯಾಪ್ತಿಯ 3263 ರೌಡಿ ಶೀಟರ್ಗಳಲ್ಲಿ 1256 ಮಂದಿಯ ರೌಡಿ ಶೀಟ್ ತೆರವು ಮಾಡುವ ಮೂಲಕ ಅವರಿಗೆ ಉತ್ತಮ ಜೀವನ ಕಲ್ಪಿಸಲು ಅನುವು ಮಾಡಿಕೊಡಲಾಗಿದೆ ಎಂದು ಪೊಲೀಸ್ ಆಯುಕ್ತ എൻ ശശികുമാർ ಹೇಳಿದ್ದಾರೆ എന്ന് പറഞ്ഞ വാർത്ത പത്രത്തിൽ വന്നു. തെറ്റ് ചെയ്തവരാണ്, കളവ് നടത്തിയവരാണ്, പെൺകുട്ടികളെ പീഡിപ്പിച്ചവരാണ്, ഉപദ്രവിച്ചവരാണ്. അവർ കേസിലായി ജയിലിൽ കുടുങ്ങി. പോലീസുകൾ കൽബ് നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു, ആളുകളെ വിളിപ്പിച്ചു. 1000-ലേറെ ആളുകൾ നന്നായി. ദുനിയാവിൽ തന്നെ അവർക്ക് റാഹത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, നിരന്തരമായി അല്ലാഹുവിനോട് നമുക്കൊന്ന് പൊറുക്കലിനെ തേടണം. അതിന്റെ സന്തോഷ വാർത്തയാണ് മറ്റുള്ളവർക്കെന്ന് സന്തോഷമുണ്ടാക്കുക എന്നുള്ളത്. അത് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. ഓ മുഅ്മിനീങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു നമ്മുടെ ശരീരത്തിലൂടെ 6 അല്ലെങ്കിൽ 7 ലിറ്റർ രക്തം നൽകിയപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിന് താഴെയുള്ള എല്ലാവരും ചെയ്യേണ്ടത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ സബ്ജക്ട്. നാം ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. നമ്മുടെ ദേഹത്തിലുള്ള 6-7 ലിറ്റർ രക്തത്തിൽ നിന്ന് 350 മാത്രം ml ബ്ലഡ് ഡൊണേഷന് വേണ്ടി ഞങ്ങൾ റെഡിയായാൽ ജീവൻ മരണ പോരാട്ടത്തിലുള്ളൊരു പെണ്ണിന്നോ, പ്രസവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരോ, പെൺകുട്ടിക്കോ, രോഗിയായ ഒരാൾ കിടക്കുന്ന ആൾക്കോ നമ്മുടെ രക്തം പോയി അയാൾക്ക് ജീവദാനം കിട്ടിയാലോ, വമൻ അഹിയാഹാ വകഅന്നമാ അഹിയന്നാസ ജമീആ, ഒരു പെണ്ണിനോ ഒരു ആണിനോ ജീവൻ കിട്ടുമാർ നമ്മുടെ ഒരു ബോട്ടിൽ രക്തം സഹായമായി പോയെങ്കിലോ അവർ ജീവിച്ചു. അവരുടെ പിൻകാലത്തിലെ മക്കളും അവരുടെ ശേഷമുള്ള കുട്ടികളും ഖാന്ദാനുമായി പോയാലോ അവരെല്ലാ ചിന്ത ഒരു പ്രതിഫലം ഈ രക്തം കൊടുത്ത ആൾക്ക് കിട്ടുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ അറിയിച്ചു. ഓ സുഹൃത്തുക്കളെ, രക്തം കൊടുത്തവർ നിങ്ങളിൽ ഉണ്ടാകാം. ഇനിയും പറയുന്നു, എല്ലാം ഫോൺ കോൾ വരുന്നുണ്ടോ, മെസ്സേജ് വരുന്നുണ്ടോ, ബ്ലഡ് ಬೇಕಾಗಿದೆ, AB നെഗറ്റീവ് ഉണ്ടോ, O പോസിറ്റീവ് ഉണ്ടോ, ഏത് രൂപത്തിൽ ചോദിച്ചാലും ഒന്നാമതായി ഞങ്ങൾ റെഡിയാകണം. രണ്ടാമതായി നമ്മുടെ സുഹൃത്തുക്കളെ റെഡിയാക്കണം. അത് സംഘടനാ വൈസും പറ്റും, പള്ളി രൂപത്തിലും പറ്റും, മദ്രസ രൂപത്തിലും പറ്റും, സ്ഥാപന രൂപത്തിലും പറ്റും. ഓ മുഅ്മിനീങ്ങളെ, രക്തം കൊടുത്തു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവർ നമ്മളാകണം. അല്ലാഹു അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ನನ್ನ ಮೋನೋ ಡಿಗ್ರಿ ಆಯ್ಡು ಎವಡಿ ಕೂಟೋಣ ಗೊಂತಿಲ್ಲ. SLC ಆಯ್ಡು, PUC ಆಯ್ಡು, CE JE നീറ്റ് എക്സാം എല്ലാം എങ്ങനെ ഫേസ് ആകണോ ಗೊಂತಿല്ല എന്ന് നമ്മോട് ഒരാൾ ചോദിച്ചാലോ അമ്മ എന്ന് പറയുന്നതിന് പകരം അവരെ ഇരുത്തി ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകൾ നമ്മളായാൽ അവരുടെ കൽബിൽ സന്തോഷം ഇട്ടുകൊടുത്തതുപോലെയാവൂലേ. തന്റെ മോൾക്ക് ഒരു പൊതു വേണോ, മോണ് വലിയായിട ഒരു പെണ്ണ് വേണോ? ആരെങ്കിലും ചോദിച്ചാൽ എന്റെ കൈവശത്ത് ഒരാളുമില്ല, ഞാൻ ദല്ലാളിയല്ല, ബ്രോക്കറല്ല എന്നല്ല പറയേണ്ടത്. ഇൻഫർമേഷൻ എടുക്കുക. പറ്റുമോ? കുടുംബത്തിലുണ്ടോ, സുഹൃത്തുക്കളെ കൂട്ടത്തിലുണ്ട്, കാണിച്ചു കൊടുക്കണേ. അവരെ കൽബില് സന്തോഷമുണ്ടാകുന്ന വിഷയമല്ലേ. അളിയൻ ഹോസ്പിറ്റലിലാണ്, 3,80,000 ബില്ലായിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഒരു ദുആ യാ അല്ലാഹ് ഇവരെ നീ സഹായിക്കണം എന്നുള്ള ഒരു ദുആ ആദ്യം നടത്തുകയും എന്നിട്ട് നമുക്ക് തെറ്റുള്ള ആളുകളുണ്ടോ അവരിലൂടെ സഹായിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്റെ പ്രസംഗത്തിന് തൊട്ട് മുമ്പ് മുഹമ്മദ് അലി അഷരി സഖാവി പ്രസംഗിച്ചല്ലോ. ആ പ്രസംഗത്തിന് കൂട്ടത്തിലുണ്ടായിരുന്നു രോഗിയായ ആളുടെ ബിൽ കെട്ടാൻ വേണ്ടി സഹായിച്ച
കഥയും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ കാറ്, നമ്മുടെ പ്രദേശം, നാം വി ഐ എന്ന് മാത്രം ഞങ്ങളാകാതെ മറ്റുള്ളവരെയും പരിഗണിക്കുന്ന, അവരെ കൽബിൽ സന്തോഷമുണ്ടാക്കുന്ന മുത്തുമൂമിനിങ്ങൾ നമ്മളാകണം. എന്നാലോ നമ്മുടെ ജീവിതത്തിന് വലിയ ബറക്കത്തുണ്ട്. ഓ യുവാക്കളെ, 3000-ലേറെ യുവാക്കള് ജയിലിൽ കുടുങ്ങിയപ്പോ അവരെ പോലീസ് വിഭാഗം നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിച്ച സമയത്തിൽ 1200-ലേറെ ആളുകൾ നന്നായ കഥയല്ലേ പത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിച്ചത്. നമ്മുടെ സദസ്സിലെ വല്ലാത്ത കുറ്റത്തിൽ തന്നെ മുങ്ങിയവരുണ്ടെങ്കിലോ, വല്ലാത്ത കളവ് നടത്തിയവരുണ്ടെങ്കിലോ, മറ്റുള്ളവരെ പീഡിപ്പിച്ചവരുണ്ടെങ്കിലോ, സൂറത്തുൽ ഫുർഖാൻ അതിലൊരു സംഭവം അല്ലാഹു തആല ഉദ്ധരിക്കുന്നു. അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ജീവിതത്തിൽ പല കുറ്റങ്ങളും ചെയ്തവർ നമ്മളായേക്കാം, വേണ്ടാത്തത് ചെയ്തവർ നമ്മളായേക്കാം. പക്ഷേ ഇത് എന്ന് ക്ലിയറായി കിട്ടുമോ എന്ന ദുഃഖം നമുക്കുണ്ടാകാം. തൗബ ചെയ്യണമെന്ന് പറയുന്നവരുണ്ടാകാം. ഓക്കേ, അതൊരു വഴിയാണ് തൗബ എന്നുള്ളത്. അതോടൊപ്പം 3 മാർഗമാണ് ഫുർഖാൻ സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. യുദാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. നിരന്തരമായ ശിക്ഷ ലഭിക്കും ചില ആളുകൾക്ക്. 3 ഗുണം ഉള്ളവർ ഒഴികെ. 3 ഗുണം ആരിലുണ്ടോ അവരുടെ തെറ്റുകളെല്ലാം ഹസനാത്തുകളായി നന്മയായി മാറുന്നുണ്ട് എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. കുറ്റങ്ങൾ തന്നെ നന്മയായി ചേഞ്ച് ആകുമെന്നാണ് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. കമ്പ്യൂട്ടർ ഉള്ള യുവാക്കൾ ശ്രദ്ധിക്കുക, ലാപ്ടോപ്പ് ഉള്ളവർ ശ്രദ്ധിക്കുക. അതിലൂടെ നാം ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് A4 1 ഷീറ്റ് നാം ടൈപ്പ് ചെയ്തു. അക്ഷരങ്ങളൊക്കെ ഇംഗ്ലീഷ് സ്മാൾ ലെറ്റർ ആയിരുന്നു, എല്ലാം ചെറിയ അക്ഷരമായിരുന്നു. ബോസ് പറഞ്ഞു that is wrong, പറ്റൂല, ഇത് ക്യാപിറ്റൽ ലെറ്റർ ആകണമെന്ന് നമ്മുടെ ബോസ് പറഞ്ഞാൽ ലാപ്ടോപ്പ് ഉള്ളവരെ, കമ്പ്യൂട്ടർ ഉള്ളവരെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പേജ് ടൈപ്പ് ചെയ്തത് ഡിലീറ്റ് ചെയ്തു വീണ്ടും ടൈപ്പ് ചെയ്യലാണോ? അതല്ല, 2 ബട്ടൺ അമർത്തിയിട്ട് എല്ലാ സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുകയാണോ? അതല്ലേ നാം ചെയ്യുന്നത്? അതുപോലെ അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നു, ആ തെറ്റ് ചെയ്തവർ, വേണ്ടാത്തത് ചെയ്തവർ, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം, അവരെ കുറ്റങ്ങള്, കൃത്യങ്ങള്, വേണ്ടാത്ത ദുഷ്ചെയ്തികളെല്ലാം ചേഞ്ച് ചെയ്യും. ഹസനാത്, നന്മയാക്കി അല്ലാഹു മാറ്റുന്നു. ആർക്ക്? 3 ഗുണമുള്ളവർക്ക്. 1 തൗബ ചെയ്തവരാകണം. 2 വആമന, വിശ്വാസം ക്ലിയറായി നിലനിർത്തിയവരാകണം. 3-ാമത്തെ പോയിന്റ് വഅമില അമലൻ സ്വാലിഹാ, നല്ല പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവൂ. നല്ല വാക്ക് മാത്രമേ നാവിലുണ്ടാവൂ, നല്ല ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവൂ. ആ നിലക്ക് ഈ 3 പോയിന്റ് ഏത് ആളുകളുടെ ജീവിതത്തിലുണ്ടോ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് എന്ന് ഖുർആനിൽ പറഞ്ഞ സ്ഥിതിയിലും ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം, തൗബ ചെയ്യാം, നമ്മുടെ വിശ്വാസം ഒന്ന് ക്ലിയർ ആക്കാം. നല്ലത് ചെയ്യാൻ വേണ്ടി, നല്ലത് ചിന്തിക്കാൻ വേണ്ടി നമുക്കൊന്ന് മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാം. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാൻ അവരുടെ ദർബാർ അതിന് സാക്ഷിയാകുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹുവേ, ഈ പുണ്യ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം